ഹായ്. അപ്പം ഇന്ന് ഞാനും എൻ്റെ മക്കളും കൂടെ ഒരു ഈജിപ്ഷ്യൻ ഡിസേർട്ടായ സലങ്കാട്ടിയ കഴിക്കാൻ പോയ കഥയാണ് ഗൈസ് പറയാൻ പോകുന്നത്. കുറേ നാളായിട്ട് ഈ റീൽസിലൊക്കെ നമ്മൾ ഈ സലങ്കാട്ടിയായും ചീസ് ബോംബിൻ്റെയൊക്കെ വീഡിയോസ് കാണുമ്പോൾ തൊട്ടേ ഈ പിള്ളേർ പറയുന്നുണ്ട് അവർക്ക് വാങ്ങിച്ചു കൊടുക്കണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഫ്രീ ആവുന്ന ഒരു ദിവസം നമുക്ക് പോയി വാങ്ങിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഫർസി ലബാനിലും സൈൻ ലബാനിലൊക്കെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരു ഇത്തിരി കൂടുതലാണ്, 350 ഒക്കെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ലുലു മാളിൽ ഇതിൻ്റെ കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വേർഷൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് ഞങ്ങൾ ഈ പിള്ളേരെ കൂട്ടാതെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഒരു ദിവസം ലുലുവിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ 99 രൂപയേ ഉണ്ടായിരുന്നുള്ളേ. ആ വീഡിയോ കണ്ടപ്പോൾ ഇവർക്ക് വീണ്ടും പ്രശ്നം. അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല. ഇലക്ഷൻ ഡേയുടെ അന്ന് ഞാൻ ഈ പിള്ളേരെയും കൊണ്ട് നേരെ ലുലുവിൽ വന്നു. പക്ഷേ പണി പാളി. ലുലു അന്ന് ഇലക്ഷൻ ആയതുകൊണ്ട് വൈകുന്നേരം 4 മണിക്ക് ഓപ്പൺ ആവത്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, കണ്ണു അടച്ച് നേരെ നമ്മുടെ കഴക്കൂട്ടത്തുള്ള ഫർസി ലബാനിലേക്ക് വിട്ടു കേട്ടോ. അവിടെ ചെന്ന് വെച്ചാൽ ഒരു ചെറിയ ഷോപ്പാണ്, ഭയങ്കര നീറ്റായിട്ടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ പിസ്താഷിയോ ന്യൂട്ടല്ല നമ്മുടെ സലങ്കാട്ടിയായിരുന്നേ. ലുലുവിൽ നിന്ന് ഞങ്ങളന്ന് കഴിച്ചത് വെച്ച് കമ്പയർ ചെയ്യുമ്പം ലുലുവിൽ ഭയങ്കര മധുരമായിരുന്നു. മധുരം കാരണം അന്ന് മത്ത് പിടിച്ചിട്ടാണ് കേട്ടോ വന്നത്. ഭയങ്കര ഓവർ മധുരമായി പോയായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. ആവശ്യത്തിന് മധുരവും എന്താ പറയുക, ആ കുനാഫാടെയൊക്കെ ടേസ്റ്റ് വന്നിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ബോട്ടിൽ ഞങ്ങൾ 3 പേരുടെ എത്ര പെട്ടെന്നാണോ എന്തോ തീർത്തതെന്ന് ഞങ്ങൾക്കറിയത്തില്ലേ. എന്നിട്ട് ഞങ്ങൾ പിന്നെ ഒരു പാഴ്സലും കൂടെ വാങ്ങിച്ചിട്ട് നേരെ ഞാൻ അവരെയും കൊണ്ട് നമ്മുടെ ലുലു മാളിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ക്യാപിറ്റൽ മന്തി ഹൗസിലേക്കാണ് കേട്ടോ വന്നത്. അവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാണ്. ഞങ്ങളെല്ലാവരും മന്തി ലവേഴ്സാണ്. അപ്പോൾ അവിടെ നിന്ന് ക്യാപിറ്റൽ മന്തിയാണ് ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഇഷ്ടം കേട്ടോ. അവിടെ വന്നിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ബീഫ് റിബ് മന്തി ആയിരുന്നേ. വെയിറ്റിംഗ് ടൈം ഇത്തിരി കൂടുതലായിരുന്നു കൈസ്. ഏകദേശം ഒരു 3/4 മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നേ. ഈ 2 കണ്ടോ ഇവിടെ നമ്മൾ തോന്നും ഭയങ്കര കളിയും ചിരിയാവുന്നു, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണ്. ഈ ഗ്യാപ്പ് നോക്കി, ഇത്തിരി ഗ്യാപ്പ് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊടുക്കും. ആ ചെറിയ സാധനമാണെങ്കിൽ ഒട്ടും മോശമല്ല കേട്ടോ. 2 പേരും ഒന്നിനൊന്നിന് മെച്ചമാണ്. പിന്നെ ഓൾറെഡി ഇവരും മടുത്തിട്ടുണ്ടായിരുന്നു, കാരണം കുറേ നേരം ആയല്ലോ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പിന്നെന്താ, അവസാനം കാത്തിരുന്ന് ഞങ്ങളുടെ മന്തി വന്നു കേട്ടോ. മന്തിയെപ്പറ്റി പറഞ്ഞാൽ വാക്കുകളില്ല. ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള, ഭയങ്കര കുരുമുളകിൻ്റെ ഫ്ലേവറിലൊക്കെയുള്ള, ഉൾഭാഗമൊക്കെ നല്ല വെന്ത, പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ലാത്ത അത്രയും ടേസ്റ്റി ആയിട്ടുള്ള മന്തിയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ മന്തിയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോരുവാണ്. പിള്ളേരുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം അവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, അവർക്ക് വേണ്ടി മാത്രം അവരെ മാത്രം എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പം ഭയങ്കര ഹാപ്പി. ഹസ്ബൻഡിന് വരാൻ പറ്റിയില്ല. അപ്പോൾ അവർ ഹാപ്പി, ഞങ്ങൾ ഹാപ്പി. നിങ്ങൾ ഹാപ്പിയാണോ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.